നമസ്കാരം, ഞാൻ ബിന്ദു. NB ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കണ്ടു, കുറച്ച് പേരൊന്നും കണ്ടില്ല. എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ. പക്ഷേ അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പേര് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെയാണ് ഞങ്ങൾക്കും ചെയ്യാമല്ലോ, അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ട് കുറച്ച് അല്ല, ഇത് കുറേ ചാനലിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർ പറഞ്ഞപ്പോൾ ശരി, ഇത് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ക്ലാസ് തുടങ്ങാം എന്നുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അളവെടുത്തിട്ട് ഒരാളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് നമ്മൾ ഡ്രസ്സ് തയ്ക്കാം. എല്ലാവർക്കും പെർഫെക്ഷനായിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കാം എന്നുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരുപാട് മോഡൽസ് കാണും, കുറേ നമ്മുടെ പിന്നെ നമ്മൾ ഓരോ ഓൺലൈൻ സൈറ്റിലൊക്കെ ഇഷ്ടം പോലെ മോഡൽസൊക്കെ കാണുമല്ലേ, നമുക്കത് കാണുമ്പോഴും നമുക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നും. അതേപോലെ നമ്മൾ വേറൊരാൾ നമ്മുടെ അടുത്ത് തയ്ച്ചുകൊണ്ട് വരുമ്പോൾ വേറൊരാൾ ഇട്ട് പോകണം കാണുമ്പോൾ അതേപോലെ നമുക്ക് തയ്ക്കാം എന്ന് തോന്നും. പക്ഷേ അപ്പോൾ നമ്മുടെ പാകത്തിനേക്ക് നമുക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ പോലും അത് നമ്മുടെ പാകത്തിനേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അളവിലേക്ക് നമുക്ക് തയ്ക്കാൻ ആ അളവ് എങ്ങനെയാണ് അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞതാണ് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് അളവെടുക്കുക എന്നും, ആ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് എങ്ങനെയാണ് പിന്നെ നമ്മൾ തുണിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാമെന്നും, അതിൻ്റെ കാൽക്കുലേഷൻ എന്താണ്, ഇതൊക്കെ ഒന്ന് പിന്നെ ചേച്ചി ഞങ്ങൾക്കൊക്കെ അത് പറ്റുമല്ലോ എന്ന് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. പിന്നെ ഒരു 10-15 വർഷമായിട്ട് ഞാൻ തയ്യൽ എൻ്റെ ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ മാത്രമല്ല, എൻ്റെ പാഷൻ കൊണ്ട് പ്രൊഫഷനാക്കിയ ഒരാളാണ് ഞാൻ തയ്യൽ. പിന്നെ ഒരുവിധം കുറച്ചൊക്കെ തയ്ച്ചിട്ടുമുണ്ട്, കുറച്ച് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു 99% പേരും അവരുടെ സ്വന്തം ഡ്രസ്സുകൾ പിന്നെ അവർ പുറത്ത് കൊടുത്തവർ തയ്ച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും അവർ സ്വന്തം തയ്ക്കുന്നുണ്ട്. അതുപോലെ തയ്ച്ച് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥാപനമൊക്കെ വെച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അഭിമാനമുള്ള ഓരോരോ കാര്യങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ചവരാരും 1% പേരെ അതൊരു തമാശ പോലെയൊക്കെ അത് ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും, എനിക്ക് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒരുപാട് പേര്, ചേച്ചി ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾ തയ്പ്പിച്ചിട്ടില്ല, ഞാൻ അമ്മയ്ക്ക് തയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് തയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ശരി, നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് വേറെ ചിലവൊന്നും ഇല്ലല്ലോ, നമുക്ക് ഡേറ്റയും നിങ്ങളുടെ കുറച്ച് സമയവും ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ചിലവാക്കുന്ന ആ ഒരു 10-5 മിനിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഉപകാരമായിരിക്കും. ക്ലാസ്സുകൾ ഓരോന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, ഇപ്പം ടീനേജേഴ്സിന് തയ്ക്കുന്നതാണെങ്കിലും കുട്ടികൾക്ക് തയ്ക്കുന്നതാണെങ്കിലും അമ്മമാർക്ക് തയ്ക്കുന്നതാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും കമൻറ്റും ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ടും വീഡിയോസ് ഓരോന്നോരോന്ന് പുറകിന് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ്. ഇപ്പോൾ അടുത്ത് ചെയ്ത ഒരു വീഡിയോസിൽ കുറച്ച് ഞാൻ ചെയ്ത വർക്കുകൾ ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലൗസൊന്നും അധികം ഉൾപ്പെടുത്തിയിട്ടില്ല, 1-2 ബ്ലൗസേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്ലൗസൊന്നും നമ്മൾ അങ്ങനെ അധികം ഇടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത്. പിന്നെ ഇപ്പോൾ കുറച്ച് വർക്കുകൾ ഒരു 10 ഒക്കെ ഉണ്ടാവും തോന്നുന്നു. എന്നാലും സ്ഥിരമായി ഞാൻ തയ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 പിന്നെ വീഡിയോസ് ആയിരിക്കും, ഒന്ന് കട്ടിങ്ങും ഒന്ന് സ്റ്റിച്ചിങ്ങിൻ്റെയും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും